ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് പുറത്തായിരിക്കുന്ന പ്രവീൺ ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഗുരുതരമായ ആരോപണങ്ങളാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം എയർപോർട്ടിലെത്തിയപ്പോൾ മീഡിയയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ജിസയിലും അതുപോലെ ആര്യനും ചെയ്ത കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു. പല കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല, ബിഗ് ബോസ് ഒതുക്കി തീർക്കുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്തതിന് ശേഷമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അനുമോൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിരുന്നു എന്ന് ഇപ്പോൾ പ്രവീൺ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവർ തങ്ങളിലൊരു ലവ് സ്ട്രാറ്റജി ഒന്നുമല്ല, ബോളിവുഡിൽ കാണുന്ന പോലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ തന്നെക്കാട്ടിൽ കണ്ടൻറ്റ് ഒട്ടും തന്നെ കൊടുക്കാത്ത ആളുകളൊക്കെ ഇപ്പോഴും ബിഗ് ബോസിൽ നിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ളിൽ ഒരു നല്ല ഗെയിമർ അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിമർ ഇപ്പോഴും അതിനുള്ളിലില്ല. അതുപോലെ തന്നെ മത്സരാർത്ഥികൾ ആരും തന്നെ ബിഗ് ബോസിനെ അനുസരിക്കുന്നില്ല. പല പ്രാവശ്യം അത് നമ്മൾ പൊതുവേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പല സീസണുകളും കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തതും, അതുപോലെ തന്നെ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞെന്നാൽ അവർ എത്താറില്ല പല സമയങ്ങളും. അത് തന്നെയാണ് ഇപ്പോൾ പ്രവീണും പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആദിലയെയും നൂറയെയും കുറിച്ച് മോശമായിട്ട് സംസാരിച്ച ലക്ഷ്മി ആ വീടിനുള്ളിൽ തുടരാൻ ഒട്ടും യോഗ്യത ഉള്ള ആളല്ല എന്നും പ്രവീൺ ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം പറയുന്നുണ്ട്. താൻ ആ കാര്യത്തിൽ ഉറച്ചൊരു നിലപാടെടുത്ത ആളാണെന്നും താൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നും പറയുന്നു.